അഗ്നിജ്വാലയ്ക്കൊത്തതാം കണ്ണുകളോടെ, ഉലയിൽ ചുട്ടുപഴുത്ത കാലുകളോടെ, ഇരുവാൾ തലവാൾ വചനവുമായി നമ്മൾ മധ്യത്തിലുലാവുന്നുണ്ട് മനുഷ്യപുത്രൻ. എഴുന്നേറ്റു വേല ചെയ്യുക നാം, എഴുന്നേറ്റു വേല ചെയ്യുക നാം. അഗ്നിജ്വാലയ്ക്കൊത്തതാം കണ്ണുകളോടെ, ഉലയിൽ ചുട്ടുപഴുത്ത കാലുകളോടെ, ഇരുവാൾ തലവാൾ വചനവുമായി നമ്മൾ മധ്യത്തിലുലാവുന്നുണ്ട് മനുഷ്യപുത്രൻ. ഇരുവാൾ തലവാൾ വചനവുമായി നമ്മൾ മധ്യത്തിലുലാവുന്നുണ്ട് മനുഷ്യപുത്രൻ. എഴുന്നേറ്റു വേല ചെയ്യുക നാം, എഴുന്നേറ്റു വേല ചെയ്യുക നാം. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ സമയത്ത് അറിയിക്കുന്നു. വെളിപാട് പുസ്തകം, യോഹന്നാന് ഉണ്ടായ വെളിപ്പാട് പുസ്തകം 22, അതിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. അതിൻ്റെ 3-ാം വാക്യം ഇങ്ങനെ പറയുന്നു: മാസം തോറും അത് ഫലം കൊടുക്കുന്നു, വൃക്ഷത്തിൻ്റെ ഇല ജാതികളുടെ രോഗശാന്തിക്ക് ഉതകുന്നു, യാതൊരു ശാപവും ഇനി ഉണ്ടാകുകയില്ല. ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനം അതിൽ ഇരിക്കും, അവൻ്റെ ദാസന്മാർ അവനെ ആരാധിക്കും. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പം നിങ്ങൾ യേശുവിനെ ആരാധിക്കുന്നവരാണെങ്കിൽ, നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങൾ യേശുവിനെ സ്വീകരിച്ചപ്പോൾ ദൈവരാജ്യം വന്നിരിക്കുന്നു എന്ന് മറന്നു പോകരുത്. അതായത് ഒരു സിംഹാസനം നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ ഭവനത്തിലും വന്നിരിക്കുന്നു. നമ്മുടെ സിംഹാസനത്തിൽ പിശാച് വാണിരുന്ന സിംഹാസനത്തിൽ, പിശാചിൻ്റെ നിയന്ത്രണത്തിൽ ആയിരുന്ന നമ്മുടെ ജീവിതത്തിൽ അവനെ കൈക്കൊണ്ടപ്പോൾ, യേശുവിനെ കൈക്കൊണ്ടപ്പോൾ എന്താണ് സംഭവിച്ചത്? വാസ്തവമായി വചനം പറയുന്നു, അന്ധകാരത്തിൽ നിന്ന് നിങ്ങൾ തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ പ്രഘോഷിക്കത്തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട രാജകീയ പുരോഹിത വർഗമായി മാറി. യേശുവിനെ സ്വീകരിച്ചപ്പോൾ നാം ഒരു മതം മാറി വേറെ ഒരു മതത്തിലേക്ക് പ്രവേശിച്ചതല്ല, മറിച്ച് യേശുവിനെ രക്ഷകനും കർത്താവുമായി അംഗീകരിച്ചതോടുകൂടെ ഇനി ഒരു ശാപം ഉണ്ടാവത്തില്ലെന്നുള്ളതാണ് സത്യം. കാര്യം, നമ്മുടെ സിംഹാസനത്തിൽ നമ്മളെ ഗൈഡ് ചെയ്യാൻ പരിശുദ്ധാത്മാവ് ഉള്ളപ്പോൾ തന്നെ യേശു ക്രിസ്തു രാജാതി കർത്താവുമായി വാഴുന്നു. അവൻ മരണത്തെ ജയിച്ചിരിക്കുന്നു, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. തൻ്റെ രക്തവുമായി പിതാവിൻ്റെ വലത്തുഭാഗത്ത് പോയി തന്നെ വിശ്വസിക്കുന്നവരെ എല്ലാ വിഷയങ്ങളിൽ നിന്നും താൻ മുഖാന്തരമായി വിടുവിക്കേണ്ടതിന് അവൻ പ്രാപ്തനായിരിക്കുന്നു. അവൻ യേശു ക്രിസ്തു പിതാവിൻ്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി സദാ ജാഗരിച്ചുകൊണ്ടേയിരിക്കുന്നു. യെസ്, ഇവിടെ പറയുകയാണ്, മാസം തോറും അത് ഫലം കൊടുക്കുന്നു. എന്നിട്ട് പറയണം, വൃക്ഷത്തിൻ്റെ ഇല ജാതികളുടെ രോഗശാന്തിക്ക് ഉതകുന്നു. നിങ്ങൾ എന്തെങ്കിലും രോഗത്തിൽ പിടിക്കപ്പെട്ട ആളാണെങ്കിൽ ഭയപ്പെടേണ്ട കാര്യമില്ല. യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചതോടുകൂടെ രോഗശാന്തി നിങ്ങളുടെ അവകാശമാണ്. കാര്യം, യേശു അടിയേറ്റത് രോഗികൾക്ക് സൗഖ്യത്തിനോട് വേണ്ടിയാണ്. അവൻ്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് തിരുവചനം പറയുന്നു. അതാർക്കാണ് ലഭിക്കുന്നത്? വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയാണ് ദൈവശക്തി വ്യാപരിക്കുന്നത്. വിശ്വസിക്കുന്നവരാലാണ് അടയാളങ്ങൾ നടക്കുന്നത്. ഹൃദയ സിംഹാസനത്തിൽ യേശു ഉണ്ടെന്നൊന്ന് വിശ്വസിക്കാമോ? യേശുവിനെ സ്വീകരിച്ചതോടുകൂടെ നിങ്ങളുടെ ഭവനത്തിൻ്റെ അധികാരം യേശു അവിടെ രാജാവായി വാഴുന്നു എന്ന് വിശ്വസിക്കാമോ? എന്ന് പറഞ്ഞാൽ വചനത്തിന് അടിസ്ഥാനപ്പെട്ട് ജീവിതം നയിക്കാൻ നിങ്ങൾക്കും എനിക്കും കഴിയുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ രോഗശാന്തി നിങ്ങളുടെ ഭവനത്തിലും നിങ്ങളുടെ ശരീരത്തിലും നിങ്ങൾ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം അത് വ്യാപരിക്കും. കാര്യം, സിംഹാസനത്തിൽ യേശു അല്ലേ വാഴുന്നത്. അവിടെ പിന്നെ നമ്മൾ ചെല്ലുന്ന സ്ഥലങ്ങളിൽ പിശാചിനിരിക്കാൻ സ്ഥലമില്ലാതെ വണ്ണം പിശാച് ഇറങ്ങിയോടും. പിശാച് കൊണ്ടിരുന്ന രോഗവും ശാപവും ദുഃഖവും ദാരിദ്ര്യവും എല്ലാം മാറിപ്പോകും. യെസ്, ഇതാണ് യേശുവിനെ സ്വീകരിക്കുമ്പോൾ ഒരു മതമല്ല വാസ്തവമായി നമ്മുടെ ജീവിതത്തിലേക്ക് വരും, നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത്, നമ്മുടെ ഭവനത്തിലേക്ക് വരുന്നത് സ്വർഗീയ സിംഹാസനം തന്നെയാണ് ഇറങ്ങി വരുന്നത്. അതിൽ യേശു വാഴുന്നു. യേശു നമ്മുടെ ഹൃദയത്തിൽ വാഴുന്നു.
22-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ പറയാണ്, വീഥികളുടെ നടുവിൽ ദൈവത്തിൻ്റെ കുഞ്ഞാടിൻ്റെയും സിംഹാസനത്തിൽ പുറപ്പെടുന്നതായ പളുങ്ക് പോലെ ശുദ്ധമായ ജീവജല നദിയും അവൻ എനിക്ക് കാണിച്ചു തന്നു. നദിക്ക് ഇക്കരെയും അക്കരെയും ജീവവൃക്ഷമുണ്ട്. ജീവജല നദി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അത് പരിശുദ്ധാത്മാവിനെ സൂചിപ്പിക്കുന്നു. ആത്മാവിനെ പാനം ചെയ്യാൻ യേശു പറഞ്ഞു, ദാഹിക്കുന്നവരെല്ലാവരും എൻ്റെ അടുത്ത് വന്ന് കുടിക്കട്ടെ. എന്നിട്ട് യേശു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്ന് ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. നിങ്ങൾ യേശുവിൽ വിശ്വസിച്ചാൽ പിന്നെ ശാപമല്ല വരുന്നത്, ജീവനാണ് വരുന്നത്, അനുഗ്രഹമാണ് വരുന്നത്, സമൃദ്ധിയാണ് വരുന്നത്, ഉയർച്ചയാണ് വരുന്നത്. പക്ഷെ നമ്മളത് വിശ്വസിക്കാൻ കഴിയണം. നമ്മുടെ മുമ്പിൽ കാണുന്ന സാഹചര്യങ്ങളും വിഷയങ്ങളും കാണുമ്പോൾ നമ്മൾ പലപ്പോഴും പതറിപ്പോവും. പതറരുത്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ജയം തന്നെയാണ് ദൈവം ഒരുക്കിയിട്ടുള്ളത്. ഇവിടെ പറയുകയാണ്, ജീവജല നദിയും അവൻ എന്നെ കാണിച്ചു. നദിക്ക് ഇക്കരെയും അക്കരെയും ജീവവൃക്ഷമുണ്ട്. എൻ്റെ അർത്ഥം എന്താ? നമ്മൾ ജീവൻ പ്രാപിക്കും. അത് 12 വിധം ഫലം കായ്ച്ചു, മാസം തോറും അത് ഫലം കൊടുക്കുന്നു. വൃക്ഷത്തിൻ്റെ ഇല, എന്നിട്ടാണ് പറയുന്നത്, വൃക്ഷത്തിൻ്റെ ഇല ജാതികളുടെ രോഗശാന്തിക്ക് ഉതകും. എന്നൊരു കാര്യം മറന്നുപോകരുത്, യേശു ക്രിസ്തുവിൻ്റെ രക്തം നമ്മുടെ സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുമ്പോൾ തന്നെ യേശു ക്രിസ്തുവിൻ്റെ അടിപ്പിണരാൽ ഇന്ന് ഉള്ള എല്ലാ രോഗങ്ങൾക്കും, ഇനിയും കണ്ടുപിടിക്കപ്പെടാനുള്ള രോഗങ്ങൾക്കും വേണ്ടി യേശു അടിയേറ്റ് കഴിഞ്ഞു. നാം വിശ്വസിക്കുമ്പോൾ യേശു നമ്മുടെ ഭവനത്തിൽ സിംഹാസനത്തിൽ നായകനായി വസിക്കുമ്പോൾ, നമ്മുടെ ഹൃദയത്തിൽ യേശുവിന് സ്ഥാനം വരുമ്പോൾ അത്ഭുതങ്ങൾ ഓരോന്നായി തുടങ്ങുകയാണ്. മാസം തോറും അത് ഫലം കൊടുക്കുന്നു. വൃക്ഷത്തിൻ്റെ ഇല ജാതികളുടെ രോഗശാന്തിക്ക് ഉതകുന്നു. യാതൊരു ശാപവും ഇനി ഉണ്ടാകുകയില്ല. എന്താ ശാപം ഉണ്ടാകാതിരിക്കേണ്ട കാരണം എന്താ? യേശു രക്ഷകനായി തീർന്നു. നിങ്ങളിന്ന് യേശുവിൻ്റെ രക്ഷകനായി തീർന്നു. ചിലരൊക്കെ ചില മന്ത്രവാദത്തിലും കൂട്ടത്തിലൊക്കെ ഭയന്നിരിക്കുന്നവർ കാണും. ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. യേശു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നതുകൊണ്ട്, യേശു നിങ്ങളുടെ ഹൃദയത്തിൽ സിംഹാസനത്തിൽ നായകനായിരിക്കുന്നതുകൊണ്ട് രോഗശാന്തി മാത്രമല്ല, അത്ഭുതവും അടയാളങ്ങളും നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകും. നിങ്ങൾ ചെല്ലുന്ന സ്ഥലങ്ങളിലെല്ലാം അത് സംഭവിച്ചുകൊണ്ടേയിരിക്കും. എന്നിട്ട് പറയാം, അവൻ്റെ ദാസന്മാർ അവനെ ആരാധിക്കും, അവർ അവൻ്റെ മുഖം കാണും. നമ്മൾ ആരാധിക്കും. അങ്ങനെയുള്ളവർ യേശുവിനെ ആരാധിക്കും. യേശുവിനെ ആരാധിക്കുക മാത്രമല്ല, യേശുവിൻ്റെ മുഖം കാണും. കാര്യം നമ്മുടെ സിംഹാസനത്തിൽ, നമ്മുടെ ഹൃദയ സിംഹാസനത്തിൽ യേശു വന്നിരിക്കുകയാണ്. നമ്മുടെ ഭവനത്തിൽ യേശു വന്നിരിക്കുകയാണ്. യേശു സിംഹാസനത്തിൽ ഇരുന്നാൽ അവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചിരിക്കും, യാതൊരു സംശയമില്ല. അവൻ്റെ മുഖം കാണും, അവൻ്റെ നാമം അവൻ്റെ നെറ്റിയിലിരിക്കും. ഇനി രാത്രി ഉണ്ടാകത്തില്ല. എന്ന് വെച്ചാൽ നിരാശയുടെ ദിനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുകയില്ല. ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിച്ചുകൊണ്ട് വിളക്കിൻ്റെ വെളിച്ചമോ സൂര്യൻ്റെ വെളിച്ചമോ അവർക്ക് ആവശ്യമില്ല. അവരെന്നേക്കും രാജാക്കന്മാരായിരിക്കും. രാജാക്കന്മാരെ പോലെ നിങ്ങൾ മാറും. പ്രാർത്ഥിക്കാം. പിതാവെ, പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾക്ക് യേശു ക്രിസ്തുവിനെ പിതാവെ തന്നതിനായി സ്തോത്രം. ജീവജല നദിയായ പരിശുദ്ധാത്മാവിനെ തന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തു ഞങ്ങളുടെ ഭവനത്തിൽ, ഞങ്ങളുടെ ഹൃദയത്തിൽ ഒരു സിംഹാസനമിട്ട് നായകനായി വസിക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്നെ കേൾക്കുന്ന രോഗികൾ യേശു ക്രിസ്തുവിൻ്റെ അടിപ്പിണരുകളാൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹൃദയഭാരങ്ങൾ മാറിപ്പോകട്ടെ. ആകുല ചിന്തകൾ മാറട്ടെ. ഭയങ്ങൾ മാറിപ്പോകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം ഓരോ വ്യക്തി ജീവിതങ്ങളും വ്യാപരിക്കട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കും. സകല മഹത്വവും അറുക്കപ്പെട്ട കുഞ്ഞാടൻ യേശുവിൻ പുണ്യനാമത്തിൽ പിതാവേ, ആമേൻ. അഗ്നിജ്വാലയ്ക്കൊത്തതാം കണ്ണുകളോടെ, ഉലയിൽ ചുട്ടുപഴുത്ത കാലുകളോടെ, ഇരുവാൾ തലവാൾ വചനവുമായി നമ്മൾ മധ്യത്തിലുലാവുന്നുണ്ടു മനുഷ്യപുത്രൻ. എഴുന്നേറ്റു വേല ചെയ്യുക നാം.